ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കാഴ്ചകൾ, നമ്മൾ ആർളം ഫാമിലോട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിക്കായിട്ടാണ് പോയത്. ചേട്ടായും മൂത്ത ചേട്ടായി അൽബിൻ ചേട്ടായും ലിമി ചേച്ചിയും പപ്പയും ബിൽബിൻ ചേട്ടായും മുന്നിൽ വണ്ടി പോയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ ചേച്ചനും മമ്മിയും ഞാനും ജിപ്സി ചേച്ചിയും അല്ലു, ഞങ്ങൾ 5 പേരാണ് ഈ വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ ഞങ്ങൾ ആറളം ഫാമിലോട്ട് പോകുന്ന വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഇതിപ്പോൾ നമ്മൾ ആറളം ഫാമിൻ്റെ ഏകദേശം നിയർ ബൈ എത്തി. എങ്ങോട്ടാണ് പോകേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ അവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ ചോദിച്ച് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുറേ ദൂരം നമുക്ക് പോകാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ആറളം ഫാമിലോ മീൻസ് ആറളം വൈൽഡ് ഫോറസ്റ്റിലോട്ട്, ഇതൊരു ഫോറസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് പോകണമെങ്കിൽ കുറേ മെയിൻ റോഡിൽ നിന്ന് ഉള്ളോട്ട് നമ്മൾ കടന്നു വരാനുണ്ട്. അതിനുശേഷം ഫോറസ്റ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ടവറൊക്കെ ഉണ്ട്. അവിടെ വരെയാണ് എൻഡ് പോയിൻ്റ്. അപ്പോൾ അവിടെ വരെ നല്ലൊരു ദൂരത്തുണ്ട്, ഏകദേശം 6-7 കിലോമീറ്റർ അടുത്തൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ചേട്ടായിമാരും ചേട്ടനും കൂടെ ടിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ്. സൈഡിൽ കൂടെ തന്നെ നല്ലൊരു ചെറിയൊരു തോടുണ്ട്, നല്ല റൗണ്ട് നല്ല ഷേപ്പിലുള്ള കല്ലുകളൊക്കെയുള്ള നല്ലൊരു ചെറിയൊരു തോടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രൈസ് റേഞ്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മുതിർന്നവർക്ക് 115, വിദേശികൾക്കാണെങ്കിൽ 360, പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ 110. അതുപോലെ തന്നെ ക്യാമറ ഉണ്ടെങ്കിൽ അതിന് എല്ലാത്തിനും സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ബോർഡിൽ. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവരോട് പറയുകയാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. അപ്പോൾ ഇതാണ് മെയിൻ ഗേറ്റ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ടോയ്ലറ്റ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴേ നമ്മൾ പറയുവാണെങ്കിൽ നമുക്കതിനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഒത്തിരി ദൂരമുണ്ട് പോകാനും. അപ്പം പെട്ടെന്ന് പോയി വരുമെന്നുള്ള വിചാരിച്ചിരിക്കുവാണെങ്കിൽ പിന്നീട് ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് കയറുന്നതിന് മുൻപ് ടോയ്ലറ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകാം. ഫോറസ്റ്റ് ആണ് എങ്കിലും അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ സമ്മർ സീസൺ ആയത് കാരണം അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തായാലും ബോട്ടിൽ കയ്യിൽ കരുതണം. പിന്നെ വെള്ളം എടുക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഫോറസ്റ്റാണ്, വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ കരുതാം. എന്തെങ്കിലും സ്വീറ്റ്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ കരുതാം. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉള്ളിൽ കയറിയാൽ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അതല്ല നമ്മുടെ കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കൈ കരുതാം. പിന്നെ ഇവിടെ നിന്ന് തന്നെ വണ്ടി അവർ അറേഞ്ച് ചെയ്യും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്ത് തരും. ആവശ്യമുണ്ടെങ്കിൽ എന്നല്ല, നമുക്ക് നടന്നൊരിക്കലും ഫോറസ്റ്റ് ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല, വണ്ടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് അവർ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ അപ്പം ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്ത് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കാരണം ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വണ്ടി പെട്ടെന്ന് അവരെ വിളിച്ച് അറേഞ്ച് ചെയ്യുവാണ് ചെയ്യാറ്. ഒത്തിരി വണ്ടി സർവീസ് ഇവിടെ ഇല്ല. 1-2 അല്ലെങ്കിൽ മാക്സിമം 3 ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരു വണ്ടി ഓൾറെഡി പോയേക്കുവാണ്, രണ്ടാമത്തത് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ. ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് കുറേ കുറേ വിഷ്വൽസൊക്കെ എടുത്തു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. വെള്ളം കണ്ടിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിൽ ചാടാൻ വേണ്ടിയുള്ള ആ ഒരു ക്രേവ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് ഫുള്ള് ഇനി വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ദേഹം മുഴുവൻ നനയൂല. അത് കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പം ഇറങ്ങാമെന്നൊക്കെയുള്ള വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വണ്ടി വരാൻ വേണ്ടി. ആ സമയത്ത് ഞങ്ങളിവിടെ ഇരുന്ന് ഫോട്ടോ എല്ലാം എടുത്ത്, പിന്നെ ഉള്ളിലോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒത്തിരി ആനിമൽസിനൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ഡേഞ്ചറസുമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അത്രയും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അധികം അറിവില്ലായിരുന്നു. വെച്ചാൽ അവിടെ ആന ഇറങ്ങുന്നതാണ് അല്ലെങ്കിൽ പുലിയുള്ളതാണെന്നൊന്നും ഞങ്ങൾക്ക് അത്രയും അറിയത്തില്ലായിരുന്നു. തിരിച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരോട് സംസാരിച്ചപ്പോൾ ആളാണ് പറഞ്ഞത്
അപകടമൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് മിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ സേഫായിട്ട് തിരിച്ചെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ കൂടെ വരുന്നവർക്കാണെങ്കിൽ പോലും ഭയങ്കര ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ കൂടെ വരുന്ന നമുക്കൊരു ഗൈഡായിട്ട് വരുന്ന ചേച്ചിയാണെങ്കിൽ നല്ല ശ്രദ്ധയോടുകൂടി എന്തെങ്കിലും ഒരു ഇല അനങ്ങിയാൽ പോലും പെട്ടെന്ന് ചേച്ചി നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പം ഉള്ളിൽ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളതാവാം മേ ബി. അപ്പം പിന്നെ ഒത്തിരി ആനിമൽസിനെ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വളരെ റെയർ ആയിട്ടുള്ള ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പം കണ്ടത് മലയണ്ണാനെ കണ്ടു, പിന്നെ സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. ഇത് രണ്ടിനത്തെ മെയിനായിട്ട് കണ്ടത്. പിന്നെ ഒത്തിരിയധികം പക്ഷികളുടെ സൗണ്ട് നമുക്ക് നമ്മൾ നാട്ടിൽ കേൾക്കുന്ന അല്ലാത്ത കൂട്ട് ഒത്തിരി പക്ഷികളുടെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. പക്ഷെ പക്ഷികളെയൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സിംഹവാലൻ കുരങ്ങിനെ കണ്ടതും മലയണ്ണാനെ കണ്ടതെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. വളരെ ക്ലിയറായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഫോണിലല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ മറ്റേ ക്യാമറയിൽ ഒന്നുമില്ല. മാക്സിമം സൂം ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഉള്ളിലോട്ട് കടന്നു. ഇപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ടവറിൽ എത്തുന്നോടും വരെയാണ് ചെറിയൊരു കുന്ന് പോലെയുണ്ട്. ആ കുന്നിൻ്റെ മുകളിലായിട്ടൊരു ടവറുണ്ട്. അപ്പോൾ അതിൻ്റെ ടവറിൽ കയറി ഫുൾ എൻ്റയർ ഫോറസ്റ്റിൻ്റെ വ്യൂവും കണ്ട് തിരിച്ചിറങ്ങി വീണ്ടും നമ്മൾ തിരിച്ച് പോകുന്നതോടുകൂടി നമ്മുടെ ഫോറസ്റ്റിൻ്റെ ആ എക്സ്പീരിയൻസ് അവിടെ അവസാനിക്കുവാണ്. അപ്പം പക്ഷേ അതൊരു നമുക്ക് ഒത്തിരി ആനിമൽസിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് എന്നൊക്കെ പറയാം. അത്യാവശ്യം നല്ല കല്ലും കുഴിയും എല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു യാത്ര. പിന്നെ ഞങ്ങളാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ ഒന്നോ രണ്ടോ ആൾക്കാർ എക്സ്ട്രാ ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ആ 2 പേർക്ക് വേണ്ടി ഒരു വണ്ടി മാത്രമായിട്ട് എടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. പെർ ഹെഡിന് 110 കണ്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം നല്ലൊരു എമൗണ്ട് ആകും. പിന്നെ 2 പേർക്കായിട്ട് വേണ്ടി മാത്രമായിട്ട് വണ്ടി വരത്തുമില്ല. അത് കാരണം ഞങ്ങൾ ഈ വണ്ടിയിൽ തന്നെ അഡ്ജസ്റ്റ് ഇരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിലായിരുന്നു ഞങ്ങളെല്ലായിരുന്നു. ഫ്രണ്ടിൽ ഡ്രൈവറും പപ്പയും മമ്മിയായിരുന്നു ഇരുന്നത്. ബാക്ക് സൈഡിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു. ബാക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം എന്നെ എടുത്ത് മുന്നിൽ ഇരുത്തി. അപ്പം ഞാനും പപ്പയും മമ്മിയും ഡ്രൈവറും ഞങ്ങൾ 4 പേരാണ് ഫ്രണ്ടിലിരുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിലിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫോറസ്റ്റിൻ്റെ ആ ഒരു എൻ്റയർ വ്യൂ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. അപ്പം ബാക്കിലിരുന്ന് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ബാക്കിലിരുന്ന് പോകുമ്പം ഫ്രണ്ടിലിരിക്കാൻ അത്ര സ്ഥലമൊന്നുമില്ല. പക്ഷേ ബാക്കിലെല്ലാവർക്കും ഇരിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ വണ്ണം കുറഞ്ഞിരിക്കുന്ന കാരണം എന്നെ മുന്നിലോട്ടിരുത്തി. എന്തായാലും മുന്നിലിരുന്ന് എനിക്ക് ഇത്രയും വീഡിയോസ് എടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനത്തെ ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ കാണാൻ ഒത്തിരി മലകൾ, കുന്നുകൾ, നിറയെ മരങ്ങൾ, അതുപോലെ ഒത്തിരി പ്രായം ചെന്ന മരങ്ങൾ, പിന്നെ വള്ളിച്ചെടികൾ, ചൂരലിൻ്റെ ചെടികൾ, മുളകൾ, അങ്ങനെ ഒത്തിരിയധികം മരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം പ്രായം ചെന്നതാണ് കേട്ടോ. ഒത്തിരിയധികം വർഷത്തെ പഴക്കമുള്ളതാണ് ആ മരങ്ങൾ. അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ, ഭംഗിയാണ്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ ഈ മരത്തിൻ്റെ ഇവിടെ വണ്ടി നിർത്തി നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നമ്മൾ റെയറായിട്ടല്ലേ നമ്മൾ കാണാം. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ബാക്കിൽ എല്ലാവരും ഇങ്ങനെ ഇടുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം നിമ്മി ചേച്ചി ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനങ്ങ് ചേച്ചീനെ ഷൂട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചെറിയൊരു തോടുണ്ട്. നമ്മൾ അവിടുന്ന് കണ്ട ആ തോടിൻ്റെ തോടാണ് കേട്ടോ. അപ്പം അവിടെയെല്ലാം ഇതിലേക്കൂടെ ഈ കാട്ടാന ഇതിലെ വന്നിട്ട് വെള്ളം കുടിക്കാൻ വരുന്നതാണെന്നാണ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ ആന ഇപ്പം വന്നു പോയതാണോ അല്ലെങ്കിൽ ഇന്നലെ വന്നു പോയതാണോ നമുക്ക് നോക്കിയാൽ അതിൻ്റെ അവിടെ എവിടെയെങ്കിലും പിണ്ടമൊക്കെ കിടപ്പുണ്ടെങ്കിൽ വന്നു പോയി അല്ലെങ്കിൽ നിയർ ബൈ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ചേട്ടൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ പോകുമ്പോൾ തന്നെ ചില സ്മെല്ലുകൾ വരുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാകും. ഡെയിലി ഈ ഗൈഡും ഈ ചേട്ടനൊക്കെ പോകുന്നത് കൊണ്ട് ഇവർക്ക് അറിയാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ് കേട്ടോ.
അപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ പോകാൻ. ഒത്തിരി പേർക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ, ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ പച്ചപ്പ് ആർക്കല്ല ഇഷ്ടമില്ലാത്തത്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ഹൈദരാബാദിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എപ്പോഴും അവർ പറയുന്നതാണ്, കേരളം എന്ന് പറയുമ്പോൾ പച്ചപ്പാണ് അവരുടെ മനസ്സിലോട്ട്, പുഴകളും പച്ചപ്പും അതാണ് അവരുടെ മൈൻഡിലോട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ അവർക്ക് മാത്രമല്ല, നമ്മളെ കേരളത്തിലുള്ള നമുക്കും, നമ്മൾ ഡെയിലി പച്ചപ്പ് കണ്ട് നിൽക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനും ആസ്വദിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഞങ്ങൾക്ക് വീടിന് നിയർ ബൈ എന്നൊന്നും പറയത്തില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് പോകാൻ എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ളൊരു നമ്മൾ പോയി തിരിച്ച് വരുമ്പോൾ അധികം വെയിലും ചൂടൊന്നും അനുഭവിക്കാനും പാടില്ല. എന്നാൽ പോയി നമ്മൾ കണ്ണിറഞ്ഞ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരിക. നമുക്ക് ശരിക്കും പറയുമ്പോൾ ഈ പ്രകൃതിയോടിണങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, അതായത് അവിടെയുള്ള ജീവികളുടെ സൗണ്ട്, പക്ഷികളുടെ കരച്ചിൽ, അതുപോലെ അവിടെയുള്ള ശുദ്ധവായു, ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് തിരിച്ച് നമ്മുടെ സ്പേസിലോട്ട് വരുമ്പോൾ നമുക്കൊരു പ്ലസൻ്റ് ആയിട്ടൊരു എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഒത്തിരി ക്ലിയർ ആയത് തോന്നും. അതുപോലെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെയൊക്കെ തോന്നും. നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു എനർജറ്റൈസ് ആയതുപോലെ നമുക്ക് തോന്നും. അപ്പം അതൊരു എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ വീടിനോട് അടുത്ത് കൂടെ ഒഴുകുന്ന ചെറിയ തോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മുടെ മനസ്സ് ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, നമ്മുടെ മൈൻഡ് അറിയാതെ തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏതെങ്കിലും സ്പെക്യുലറായിട്ട് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല, എല്ലാവർക്കും എന്താ പറയുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെ കഥ പറഞ്ഞ് ഇതാക്കുന്നില്ല, ബോറിങ് ആക്കുന്നില്ല. നിങ്ങൾ ഈ വനത്തിലൂടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ടോളൂ കേട്ടോ. ഓക്കെ.
എല്ലാവരും വീഡിയോ കണ്ടിരുന്ന് ബോറടിച്ചോ? അതോ ഉറക്കം വരുന്നുണ്ടോ? പ്രകൃതിയിലെ കാഴ്ചകൾ, അതുപോലെ ഇങ്ങനത്തെ ഫോറസ്റ്റിൽ കൂടെ പോകാൻ, ഓഫ് റോഡ് ഡ്രൈവിന് പോകാൻ, പ്രകൃതിയിൽ നമ്മൾ ഇങ്ങനത്തെ ഫോറസ്റ്റിൽ ചെന്ന് കഴിയുമ്പം ശരിക്കും പ്രകൃതിയുടെ നാച്ചുറൽ വോയിസ് നമുക്ക് കിട്ടും. പല വിധത്തിലുള്ള പക്ഷികളുടെ കരച്ചിൽ, അതുപോലെ തന്നെ ഈ എന്താ പറയുക, നല്ലൊരു ഫോറസ്റ്റിൽ പോയവർക്കറിയാം. ഒത്തിരി നഗരത്തിൽ താമസിക്കുന്നവർക്ക് ഇതിന്
എക്സ്പീരിയൻസ് ചെയ്യാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് അർബൻ ഏരിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. എനിക്ക് തന്നെ ഒത്തിരി ഫ്രണ്ട്സുണ്ട്. അവർക്ക് എന്താ പറയുക, ഹൈദരാബാദ്, ചെന്നൈയിലൊക്കെ ടൗണിൽ വീടും കാര്യങ്ങളുള്ള, വളരെ റെയറായിട്ട് ചിലപ്പോൾ ടൂറൊക്കെ ആയിട്ട് എന്താ പറയുക, മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് 1-2 ദിവസം നിന്ന് തിരിച്ചു പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ഈ പച്ചപ്പൊക്കെ കണ്ടിരിക്കുന്നവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കാര്യം പറയണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫോറസ്റ്റിലെ കാഴ്ചകൾ കാണാനും ഫോറസ്റ്റിൽ പോകാനും ഉള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്കും അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതാണ് ഞങ്ങളിവിടെ ആറളം ഫാമിൽ പോകാമെന്ന് തീരുമാനിച്ച് നമ്മളിങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് വലിയ മരങ്ങൾ കണ്ടില്ലായിരുന്നോ? ആ മരങ്ങളുടെ അടുത്തെത്തിയപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തു. അപ്പം അന്ന് ഞങ്ങൾ പോയപ്പോൾ എടുത്ത കുറേ ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയതാണ്. അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലത്തെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം വീണ്ടും ഇതുപോലെ ഒരു കുട്ടി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.